Dear parents, good morning to you. This is Sudhir from Subiksha Institute for Advanced Learning and Nakshatra Preschool for Little Wonders in Nakshatra Nagar, Chandranagar, Palakkad. How are you doing? Today is one of the beautiful day in the month of March, and we are slowly approaching April and May. April and May are the two crucial months for the children who doesn't have any school because most of the schools here in the town, the so-called commercial school, അവരെന്താ ചെയ്യുക പറഞ്ഞാൽ പൂട്ടിയിടുവർ. അപ്പോൾ പൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിലാണ് ഇരിക്കുക. അപ്പോൾ വീട്ടിലെന്താ ചെയ്യുക, വെറുതെ മൊബൈൽ നോക്കിയിട്ട് അവരുടെ ചരിത്രം അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഐക്യു, അവരുടെ പേഴ്സണാലിറ്റി കേടുവരുത്തുക, അല്ലെങ്കിൽ പേരൻസും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എന്ത് ചെയ്യുക, അവരെ ടി വി എടുത്തോണ്ടിരുത്തും. But these two, screen time or a child without any kind of idea what to do during the vacation will be very horrible. In fact, അവരുടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി അവർ ഈ 2 മാസത്തിനുള്ളിൽ ശരിയാക്കും. അപ്പോൾ മിക്കവാറും പേരൻസ് എന്ത് ചെയ്യും, ദേ ട്രൈ ടു എൻഗേജ് ദ ചിൽഡ്രൻ ഫോർ സം ബ്യൂട്ടിഫുൾ കോഴ്സ് ഓർ സംതിങ് വെയർ ദ ചൈൽഡ് ക്യാൻ ലേൺ സംതിങ് ന്യൂ. അപ്പോൾ അതിൽ കുറേ പ്രാവധാനങ്ങളുണ്ട്. ഇപ്പോൾ റോട്ടിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി അഡ്വർടൈസ്മെൻറ്റ്സ് നമുക്ക് കാണാം. ചില ആൾക്കാർ സമ്മർ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ് സ്വിമ്മിങ്, ഡാൻസിങ്, അല്ലെങ്കിൽ ഒന്നുകൂടില്ല, അവർ സമ്മർ ക്യാമ്പ് നടും. ആരാണ് പഠിപ്പിക്കാൻ പോണത്, എന്താ പഠിപ്പിക്കാൻ പോണത്, അതിനെപ്പറ്റി ഒന്നും പറയില്ല. പക്ഷേ പേരൻസ് വിചാരിക്കും ഓക്കെ നല്ലൊരു ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി അവിടെ പോവും, അവിടെ പഠിക്കും, അവിടെ വലുതും ചെയ്യും, കുട്ടികളിൽ മാറ്റം വരും പറഞ്ഞിട്ട്. സുഭിക്ഷ ആൻഡ് നക്ഷത്ര പുട്ട് ടുഗെദർ ഞങ്ങൾ 2 കൊല്ലമായിട്ട് ഈ സമ്മർ ട്രെയിനിങ് ക്യാമ്പ് നടത്തുകയാണ്. വിതൗട്ട് അഡ്വർടൈസ്മെൻറ്റ്, വിതൗട്ട് പോസ്റ്റേഴ്സ്, വിതൗട്ട് പുട്ടിങ് ബാനേഴ്സ് ആൻഡ് ഓൾ. ചിലവിടെയൊക്കെ ഭയങ്കര ബാനേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ജപ്പാനും സിംഗപ്പൂറും കാംബ്രിഡ്ജും എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ടുണ്ട് അവിടെ. പക്ഷേ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ പാറയും കൊയ്ഞ്ഞാമ്പാറയും പാലക്കാട് ലോക്കലിലെ ആൾക്കാരാണ്. ഞങ്ങൾ അങ്ങനത്തെ പരിപാടി ചെയ്യില്ല. ദോ വി ഹാവ് എക്സ്പീരിയൻസ് ഔട്ട്സൈഡ് കേരള. പഠിച്ചതൊക്കെ വെളിയിലാണ്, ഇൻ്റർനാഷണലിലും പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ പേര് യൂസ് ചെയ്യില്ല, ബിക്കോസ് നമ്മൾ പാലക്കാടാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡേർഡിൽ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക, വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ നമ്മുടെ കഴിവിൽ. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ആം ഏബിൾ ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്, then certainly I am supposed to teach my children good English. If I am able to behave properly, then I am going to teach my children how to behave properly. If I am fully with etiquettes, that is how I carry myself forward, the same thing I have to teach my children. നമ്മൾ ഈ 2 മാസത്തിൽ കുട്ടികൾക്ക് എന്താ കൊടുക്കുക, അവരുടെ ഒരു പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വത്തിലൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചില നല്ല സ്കൂൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഈ വെറുതെ അഡ്വർടൈസ്മെൻറ്റും കൊടുത്ത് കണ്ടിട്ട് അവിടെ കൊണ്ടുപോയി കുട്ടിയെ ഇട്ട് കഴിഞ്ഞ് 2 മാസം വെറും മാക്സിമം സ്കൂൾ ദേ റൺ ഫോർ മണി മേക്കിംഗ്. അത് കണ്ടാൽ അറിയാം, ബിക്കോസ് ചില ആ സ്കൂളിൻ്റെ ലൊക്കേഷൻസേ അങ്ങനെയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൻ റോട്ടിൽ, ഇറച്ചിക്കടയുടെ പിന്നാലെ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് മുകളിൽ വാടകയ്ക്കോ അല്ലെങ്കിൽ വീട്ടുകളിൽ നടത്തണം. അവിടെ അവർ താമസിക്കുകയും ചെയ്യേണ്ട ഒരു മുഖ്യ സ്കൂളും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടികളിൽ നിന്ന് വിട്ടിട്ടാണ് ഈ നക്ഷത്ര ആൻഡ് സുഭിക്ഷ ഞങ്ങൾ നടത്തുന്നത്. We have assigned a very beautiful location in Nakshatra Nagar, one of the poshest colony in Palakkad. Beautiful ambience, quiet, peaceful and calm. Surrounded with beautiful people, all matured, intelligent and class people. അതിൻ്റെ അടിയിലാണ് ഈ കോളനി സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആ കോളനിയിൽ ശാന്തമായ സ്ഥലത്താണ് ഈ സ്കൂൾ നമ്മൾ നടത്തുന്നത്. ആൻഡ് ദി സ്കൂൾ ഈസ് ടോട്ടലി ഡിവോട്ടഡ് ഫോർ എ സ്കൂൾ. ഇതിൽ സ്കൂൾ അല്ലാണ്ട് ഞങ്ങൾ താമസമില്ല. യു ഓൾ നോ ദാറ്റ് വി സ്റ്റേ സംവെയർ എൽസ് ആൻഡ് വി ഓൺലി ഡിവോട്ട്. രണ്ടാമത്തെ കാര്യങ്ങൾ, ആസ് ദ പ്രൊമോട്ടേഴ്സ് ഓഫ് സ്കൂൾ വി ഇൻഡൽജ് അവർ സെൽഫ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സ്കൂൾ. ഇത് സ്കൂൾ നടത്താൻ കൊടുക്കുകയല്ല. സാധാരണ എന്താ ചെയ്യുക, പ്രൊമോട്ടേഴ്സ് ദേ ഗിവ് ദ സ്കൂൾ ഫോർ റണ്ണിങ്. അവർ മറ്റേവർക്കാണ് നടത്താൻ കൊടുക്കുക. ആൻഡ് ചില വാടകയ്ക്കോ അവിടെ ഇവിടെ നിന്നൊക്കെ ലോക്കൽ ടീച്ചേഴ്സിനെ വെച്ചിട്ട് അവർ വലിയൊരു പേരൊക്കെ ഇട്ടിട്ടാണ് സ്കൂൾ നടത്തുക. സ്കൂൾ നടത്തും, പക്ഷേ കുട്ടികളിൽ നിങ്ങളുടെ വല്ല മാറ്റം വരുമോ അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ, എനിക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്കിൽ, ഞങ്ങളുടെ യൂട്യൂബിലൊക്കെ ഞങ്ങൾ എന്താ ചെയ്യണത്, വിതൗട്ട് എഡിറ്റിങ്. അഡ്വർടൈസ്മെൻ്റ് അല്ല, സാധാരണക്കാർ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യും. ഇവിടെ എഡിറ്റ് ചെയ്യാൻ സമയമില്ല. വാട്ട് എവർ വി സീ, ഇറ്റ് മേ ബി ഗുഡ് സംടൈംസ്, ഇറ്റ് മേ ബി സംതിങ് ബാഡ് ഇൻ ഇറ്റ്, പക്ഷേ വി ടേക്ക് എവറിത്തിങ് ഇൻ എ പോസിറ്റീവ് മാനർ ആൻഡ് വി ട്രൈ ടു ടെൽ പേരൻസ് ദിസ് ഇസ് വാട്ട് വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദ സ്കൂൾ. It's an open book, it's an open mirror where the parents can see what is the image of their children performing in the school. അപ്പോൾ ഈ സമ്മർ ക്യാമ്പിലും അതേമാതിരി തന്നെ ഞങ്ങൾ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ഫസ്റ്റ് വന്നിട്ട്, ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ പേരൻസ് പറയും കുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ ഫ്രണ്ട്സിനെ കേൾക്കണം, അച്ഛനമ്മയും വരില്ല. നമുക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? കേരള ഈസ് എ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ്, ബട്ട് കേരള ഈസ് ദ പ്ലേസ് വെയർ ദ മാക്സിമം നമ്പർ ഓഫ് ഓൾഡ് ഏജ് ഹോംസ് ആർ ദെയർ. അച്ഛനമ്മയും വരില്ല. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഓൾഡ് ഏജ് ഹോംസ് അവിടെ ഉള്ളത് കേരളത്തിലാണ് ഉള്ളത്. പക്ഷേ ലിറ്ററസി കൂടുതലാണ്. ഈസ് ദാറ്റ് ലിറ്ററസി ബീൻ യൂസ്ഡ് കറക്റ്റ്ലി for the development IQ as well as understanding of the children or for the emotional bonding between the family? No.
അതേമാതിരി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സിമം പിള്ളേർ വഴിതെറ്റി പോണത് സ്കൂൾസിലും കോളേജസിലും കഞ്ചാവ് കള്ളു കുടിക്കുന്നതൊക്കെ എവിടെ കാണുന്നത് നമ്മൾ ദർ ആർ സോ മെനി സ്റ്റേറ്റ്സ് ബട്ട് ദ മെയിൻലി ഇറ്റ് ഹാപ്പൻസ് ഇൻ കേരള യുനോ ഏർലി ഏജ് എത്ര എണ്ണം പഠിക്കുന്നത് സ്കൂളിലെ കുട്ടികൾ അവിടെ ഇവിടെ പറയുന്നില്ലേ ദാറ്റ് ഈസ് ഹൗ ദ ചിൽഡ്രൻ മൂവ്സ് ഇൻ ദിയർ ലൈഫ്. ഇത് കുട്ടികൾ പഠിക്കുകയാണ്. അപ്പോൾ അവർ നല്ലൊരു സ്ഥാപനത്തിൽ നല്ലൊരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുള്ള സ്കൂളിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ വർത്തമാനം പറയണത്, അവിടെ സംസാരിക്കണത്, അവിടെ ആവർത്തിക്കണത്, അവിടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും. ആൻഡ് ഇങ്ങനത്തെ കേസുകളിൽ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് തോട്ട്സ് വരും. നേരെ മറിച്ച് മറ്റേ സ്കൂളിൽ ചിലപ്പോൾ പോകണമെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ് വാട്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ കൾച്ചർ, അല്ലെങ്കിൽ അവർ ലോക്കലാണെങ്കിൽ അതേ സംഭവമാണ് കുട്ടികൾ പഠിക്കുക. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നല്ലോണം അറിയാം ദാറ്റ് ഹൗ യു ബിഹേവ് ഇൻ ഫാമിലി ഓർ ഹൗ ദ ടീച്ചേഴ്സ് ഇൻ സ്കൂൾ ക്യാരി ദംസെൽഫ്, ദ ചൈൽഡ് ഈസ് ഗോയിങ് ടു ഗെറ്റ് ദ മാക്സിമം ഫ്രം ദാറ്റ്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഓൾ ദേ ലേൺസ്. ഇഫ് ഐ have to say that I have brought my child well and he is on the on the path എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ വളർത്തിയിട്ടുണ്ടാവണം, അവൻ കണ്ടിട്ടുണ്ടാവണം വീട്ടിൽ. അതിപ്പോൾ അവൻ ആവർത്തിക്കും. അവൻ്റെ സ്കൂൾസ് അത്രയും നല്ലതായിരിക്കണം. അവൻ അവിടുത്തെ ടീച്ചേഴ്സിനെ കണ്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കണം. അത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഷുഡ് ബി ലൈക്ക് എനി അതർ ലോക്കൽ ഗായ്. പറഞ്ഞാൽ കേൾക്കുന്നില്ല, തലയും മുടിയും വളർത്തി രാവിലെ ആയിക്കഴിഞ്ഞാൽ ലോയ അച്ഛനില്ല, അമ്മയില്ല, പെങ്ങളില്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല, കാരിയറിനെ പറ്റി തിങ്കിങ് ഇല്ല, പിന്നെ കള്ള് കഞ്ചാവ്, സമയം കളയൽ. സ്റ്റേ അവേ, സെൻഡ് ദം ടു ഗുഡ് സ്കൂൾ വിത്ത് ഗുഡ് കൾച്ചർ. യുനോ അവിടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ, ബിഹേവിയർ, ഇമോഷൻസ്, ബോണ്ടിങ്, ഇതല്ലാണ്ട് കുറേ ടെക്നിക്കൽ വി ഇൻവോൾവ് ദം. യുനോ ഞാൻ ഇപ്പോൾ തന്നെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഹൗ ടു യൂസ് മൊബൈൽ ഫോർ ക്രിയേറ്റീവ് പർപ്പസസ്. ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കാണണ്ടേ, ഇംഗ്ലീഷിൽ സംസാരിക്കണം, ഹിന്ദിയിൽ സംസാരിക്കണം, നന്നായിട്ട് മലയാളം പറയണം, സ്റ്റേജിൻ്റെ ഫിയർ പോകണം. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇതൊക്കെ നിങ്ങൾ എപ്പോഴാണ് കൊടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ പഠിക്കണപ്പോൾ സ്കൂളിലെ കുട്ടികളിൽ നിങ്ങൾ ഈ മാറ്റം കണ്ടിട്ടുണ്ടോ? അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ടീച്ചേഴ്സിനെ എങ്ങനെ ചെയ്യണമെന്ന് കാണണം. ടീച്ചേഴ്സ് ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി. ടീച്ചേഴ്സ് ഷുഡ് ബി ഏബിൾ ടു കം ഔട്ട് ആൻഡ് സ്പീക്ക് പബ്ലിക്ലി വിത്ത് എ ഗുഡ് ഒറേഷണൽ സ്പിരിറ്റ്സ്. എവിടെയില്ല, അത് ഷൈ അവേ. അപ്പോൾ പിന്നെ കുട്ടികളെന്താ പഠിക്കുക? അതേമാതിരി തന്നെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. വെൻ യു സ്പീക്ക് ഇംഗ്ലീഷ്, വെൻ യു സ്പീക്ക് ഹിന്ദി, വെൻ യു സ്പീക്ക് മലയാളം, ഇറ്റ് ഷുഡ് ബി കറക്റ്റ്ലി ബി പ്രൊനൗൺസ്ഡ്. അതാണ് ഞാൻ അധികം മലയാളം സംസാരിക്കാത്തത്. ബിക്കോസ് ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. ഐ ഹാവ് നോട്ട് സ്റ്റഡീഡ് മലയാളം. ഐ ഹാവ് സ്റ്റഡീഡ് ഓൺലി ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. എന്നാലും ഞാൻ ഇപ്പോൾ മലയാളം പറയണത് ബിക്കോസ് ഐ ഹാവ് പ്രാക്ടീസ്ഡ്. ദാറ്റ്സ് എ റീസൺ ദാറ്റ് ഐ സ്പീക്ക് മലയാളം ടു എ ലിറ്റിൽ ബിറ്റ് വട്ട് യു കോൾ കാം ചൽത്താവു എന്ന് പറയില്ല, അതുമാതിരിയല്ല ഞാനിപ്പോൾ മലയാളം പറയണത്. സമ്മർ ക്യാമ്പ് വരുന്നു. കുട്ടികളെ നല്ലപോലെ നിങ്ങൾക്ക് നോക്കണം. അവരെ നല്ലപോലെ ഒരു ബിഹേവിയർ ചേഞ്ച് നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സമ്പർക്കപ്പെടുക. 2 മാസത്തിനുള്ളിൽ നമ്മളിത് തുടങ്ങാൻ പോകുന്നുണ്ട്. ഏപ്രിൽ 1 മുതൽക്കാണ് തുടങ്ങുന്നത്. 31 മെയ്യിൽ നമ്മളത് കഴിക്കും. ആ 2 മാസം സാറ്റർഡേ ആൻഡ് സൺഡേ മാത്രം അവധിയായിരിക്കും. ബാക്കി എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ടാവും. ആ ക്ലാസ്സുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീച്ചേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബ്ജക്ട്സ് ആണ് കവർ ചെയ്യണത്. അതിൽ ആർട്ട് ഉണ്ടാവും, ക്രാഫ്റ്റ് ഉണ്ടാവും, റൈംസ് ഉണ്ടാവും, സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ടാവും, ഹാൻഡ് റൈറ്റിംഗ് ബിൽഡിംഗ് ഉണ്ടാവും, പിന്നെ ഹൗ ടു മിക്സ് അപ്പ് വിത്ത് ദ ഫ്രണ്ട്സ് ഉണ്ടാവും, ഈറ്റിംഗ് മാനേഴ്സ്, സ്ലീപ്പിംഗ് മാനേഴ്സ്, ബ്രഷിംഗ് മാനേഴ്സ്, ടോയ്ലറ്റ് മാനേഴ്സ്, സ്ലീപ്പ്, എല്ലാം എറ്റിക്കേറ്റ്സ് അവർക്ക് കൊടുക്കണതൊക്കെ നമ്മൾ റിവൈസ് ചെയ്യും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. Your child is going to be a very cultured citizen in these 2 months. That's what our endeavor for these 2 months, that is April as well as May. Do you wish your child to be something special than the local crowd? Or you just want to send them for namesake and spend your 2 months with nothing? ഇതിന് മുമ്പ് നിങ്ങൾ വിട്ടിട്ടുണ്ട് കുട്ടികളെ. അപ്പോൾ അവരിൽ വല്ല ഉപകാരം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ മനസ്സോടെ നിങ്ങൾ ആലോചിക്കും. രാവിലെ പോവും, ഉച്ചയ്ക്ക് വരും. ടീച്ചേഴ്സ് മനസ്സോടെ പഠിപ്പിക്കുകയോ? ടീച്ചേഴ്സ് ഡു ദേ ടേക്ക് പെയിൻ? ഡു ദേ ബ്രിങ് സം ഇന്നോവേഷൻസ്? ഡു ഫീൽഡ് ട്രിപ്പ് ഉണ്ട് നമ്മുടെ. ഫീൽഡ് ട്രിപ്പ് പറഞ്ഞാൽ ഇവരെ ഒരിക്കൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ നെമാറ പെറ്റ്സ് പാർക്കിൽ കൊണ്ടുപോയി. ഇക്കൊല്ലം നമ്മൾ അവരെവിടെയും കൊണ്ടുപോകുന്നുണ്ട്. വി ആർ ഗോയിങ് ടു ഹാവ് എലിക്യൂഷൻ കണ്ടസ്റ്റ് ഡ്യൂറിങ് ദ സമ്മർ വെക്കേഷൻ. വിൽ ബി ഹാവിങ് ദ എക്സിബിഷൻ ഡ്യൂറിങ് ദ സമ്മർ വെക്കേഷൻ. ഇതൊക്കെ ഞാൻ തുറന്ന് പറയുകയാണത്. ആൻഡ് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ഓൾവേസ് ഡു ഇറ്റ് ബിക്കോസ് ദിസ് സ്കൂൾ, ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ഓൾവേസ് നോൺ ഫോർ ആക്ടിവിറ്റീസ് and total activities where children will be involved and they will have fun. Not only fun, they are going to learn a lot of new things which they will never get an opportunity to learn elsewhere in the local schools, because അവർക്ക് ചെയ്ത് പഴക്കമില്ല, അവർക്ക് ചെയ്ത് ശീലമില്ല, അവർ കണ്ടു പഠിച്ചിട്ടില്ല അത്. Because poor people, they have always been in the local places only. They have never gone outside. They have not seen what is happening outside. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ടീച്ചേഴ്സിന് കുറേ ട്രെയിനിങ് ഞാൻ ഈ 2 മാസത്തിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ ലേറ്റസ്റ്റ് ടീച്ചിങ് ടെക്നീക്സ് ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. ലോകം മുഴുവൻ ആൾക്കാർക്ക് ഞാൻ
ടീച്ചേഴ്സ് ട്രെയിനിങ്ങും ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കൊടുക്കണം. പിന്നെ എൻ്റെ ടീച്ചേഴ്സ് ഞാൻ കൊടുക്കാണ്ടിരിക്കുമോ? So I'm going to give the best training program to my teachers also. That also will be part. The unique thing is that don't forget artificial intelligence we are going to introduce this year, as well as digital marketing. Spoken English is going to be a part. സ്പോക്കൺ ഇംഗ്ലീഷ് ഇല്ലാണ്ട് ഇക്കാലത്ത് നിങ്ങളുടെ കുട്ടിക്ക് A+ഓ ഗോൾഡ് മെഡലോ എന്ത് കിട്ടിയാലും വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ഇംഗ്ലീഷ് പറയാൻ പറ്റില്ലെങ്കിൽ ഈ കേരള രാജ്യത്തിൻ്റെ വെളിയിൽ കാലുകുത്താൻ പറ്റില്ല. ആൻഡ് പാലക്കാടും കേരളത്തിൽ ഡു യു തിങ്ക് ദാറ്റ് യു ഹാവ് ഗോട്ട് പ്ലെൻറ്റി ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഓർ യു തിങ്ക് ദാറ്റ് ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഔട്ട്സൈഡ് കേരള? അത് നിങ്ങൾക്ക് ആലോചിക്കേണ്ടതാണ്. കുട്ടി അവിടെ പോയിട്ട് ഇൻ്റർവ്യൂവിൽ ഇരുന്ന് കഴിഞ്ഞാൽ ദേ വിൽ ആസ്ക്, "Dear Mr. Kindly speak about yourself. Kindly tell me what are the weakness and strength you possess, or talk about your SWOT." മാപ്പിട്ട് നോക്കുകയാണ്. ബിക്കോസ് സംസാരിക്കാൻ അറിയില്ല. പിന്നെ എന്തിനാണ് പഠിക്കണത്? വെൻ യു ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക്. വല്ല കാര്യമുണ്ടോ? സംസാരിക്കാൻ അറിയില്ല, ഒരു വാക്ക് എഴുതുക. ഇൻ്റർവ്യൂവിൽ പറയും ഞാൻ എഴുതി തരാം, ഇതെങ്ങനെ കാണിക്കുക ഇൻ്റർവ്യൂവിൽ, ഇതാണ് എൻ്റെ ആൻസർ പറഞ്ഞിട്ട്. ചേഞ്ച് യുവർ ചിൽഡ്രൻ, മേക്ക് ദം സ്മാർട്ട്, ലെറ്റ് ദം സ്പീക്ക്. ആൻഡ് എവ്രിബഡി വുഡ് ലൈക്ക് സംബഡി ഹൂ സ്പീക്സ് with style, with diction, with pronunciation, with verbatism, and with the correct gesture. Nakshatra Preschool for Little Wonders and Subiksha is going to give a beautiful training program capsule. Fees not as per commercial terms, the normal fees. Because we have to pay these people, the tutors, the teachers and all. Then only they will teach good. About the value for money, what you spend, you'll certainly find them getting back with your children. Do you want to try it? Do come to our school or do call me up. We'll certainly help you. The classes starts from 1st April and we'll finish it off by 31st of May, because the school starts with a bang by 1st of June. Thank you. Wishing you all a better vacation coming up. Do good to your children. Don't send them for time pass, because this time, once lost, is not going to come back. Thank you. Bye-bye. Wonderful Friday ahead. God bless.